കൃഷ്ണേന്ദു ഒറ്റ രാത്രി കൊണ്ടായിരുന്നു ആ സാധാരണക്കാരൻ്റെ ഉപജീവന മാർഗം തകർന്നില്ലാതായത്. രാവിലെ അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ കട അവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ നടുക്കുന്ന സംഭവമായിരുന്നു അല്ലേ? ആർക്കും ഇവിടെ ഉപജീവന മാർഗം ചെയ്ത് ജീവിക്കാനുള്ള അവകാശം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ പൊതുവെ വിലയിരുത്തുന്നത് പോലും ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഒരു രാഷ്ട്രമായിട്ടാണ്. ആർട്ടിക്കിൾ 21 ഉൾപ്പെടെ ഉപജീവന മാർഗം ചെയ്ത് ആർക്കും ജീവിക്കാമെന്ന അവകാശമുണ്ട്. അതും അശോകൻ എന്നാണ് ആ വ്യക്തിയുടെ പേര്. സംഭവം നടക്കുന്നത് ആലപ്പുഴ ഹരിപ്പാട് ഏഴിക്കകത്ത്. അപ്പോൾ ഇവിടെ ശ്രീവത്സം ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ശ്രീവത്സം സിൽക്സിന് സൈഡിന് ആയിട്ട് അതിൽ കുറച്ച് സൈഡിൽ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഒരു ശീതളപാനീയ കട നടത്തുന്ന കടയിലെ കടയുടെ ഉടമയാണ് ഈ പറയുന്ന അശോകൻ. അപ്പോൾ അശോകന്റെ ഉപജീവന മാർഗം തന്നെ ആ കടയുമായി സംബന്ധിച്ചിട്ടുള്ളതാണ്. അതില് സ്വന്തം കടയാണ്, സ്വന്തം സ്ഥലമാണ്. പക്ഷേ ഇവരുടെ കടയുടെ മുൻവശമാണ് തടസ്സം നിൽക്കുന്നു, സൈഡിൽ തന്നെ പാർക്കിങ്ങിനുൾപ്പെടെ തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടേഷൻ കൊടുത്തതാണെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. എന്തു ക്രൂരതയാണ് അല്ലേ? താങ്കളെ തനിക്ക് തടയിടുന്ന ഒരു സ്ഥാപനത്തെ പൊളിച്ചു നീക്കുക. അതായത് അവരുടെ അത്ര ഉയർന്ന നിലയിലല്ലെങ്കിലും അവരുടെയും മറ്റൊരാളുടെ ഉപജീവന മാർഗമാണ് അത്. അതുപോലും ചിന്തിക്കാതെ തനിക്ക് മുന്നിലുള്ള എല്ലാത്തിനെയും തല്ലിത്തകർത്ത് വിജയം നേടാൻ പോകുന്ന ഒരു മനസ്സ് അല്ലേ? ഒരു ട്രസ് പാസിംഗ് ആണ് ശരിക്കും. സ്വകാര്യ ഭൂമിയിലേക്ക് ഒരു കടന്നുകയറ്റമാണ്. ഇതിൽ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, ആ ശ്രീവത്സം സിൽക്സിലെ മാനേജ്മെന്റുമായി ഒരു സംഭാഷണം നമ്മൾ വാർത്തകൾ ഉൾപ്പെടെ കേൾക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. അതിലവർ പറയുന്നത് മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല, വളരെ നിസാരവൽക്കരിച്ചു. പക്ഷെ കടയുടമ പറയുന്നുണ്ട് മുൻപേ തന്നെ ഇതിന്റെ പേരിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടാവുകയും ഗുണ്ടകളെ വിട്ട് മാറ്റണമെന്ന രീതിയിൽ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് സ്വാഭാവികമായിട്ടും അതിന്റെ ആവശ്യമില്ല. സ്വന്തം സ്ഥലത്താണ് അദ്ദേഹം കട വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കടന്നുകയറ്റമായിരുന്നു അല്ലെ? പ്രതീക്ഷിക്കാത്ത ഒരു ഗുണ്ടകളെ വെച്ച് അത് തല്ലിപ്പൊളിച്ച് മറ്റുള്ളവരുടെ ജീവിതം അല്ലെങ്കിൽ ജീവനമാർഗത്തെ ഒരു കടന്നുകയറ്റമായിരുന്നു. ഇതില് ഒരു സെൽഫിഷ്നെസ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം. അതായത് ഞാൻ വളർന്നു, കൂടെയുള്ളവർ വളരണ്ട എന്നുള്ള രീതി. സ്വന്തം സ്ഥാപനത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കടയാണ്, അല്ലെങ്കിൽ അതൊരു ചെറിയ കടയാണ്, അതിപ്പോ അവിടെ നിന്നിട്ട് എന്തിനാണ് എന്നുള്ള ഒരു മൈൻഡിലേക്ക് മാറുന്ന ഒരു എന്താ പറയുക, ഒരു സെൽഫിഷ്നെസ് അതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഇതിൽ പ്രധാനമായിട്ടും നോക്കിക്കാണേണ്ട ഒരു വസ്തുത, ഈ അശോകൻ ഉൾപ്പെടെ വളരെ വൈകാരികമായിട്ടാണ് ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം തിരക്കേറിയ ഒരു കട തന്നെയാണ്. അതിൽ ഞാൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഇതിൽ പല കമൻറ്റുകളും ഒരാളതിൽ ചോദിക്കുന്നൊരു നിലയുണ്ടായി. അപ്പോൾ നഷ്ടപരിഹാരം, ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്ന നഷ്ടപരിഹാരം ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇതിന് പകരം ഒരു കട അവിടെ നിർമ്മിച്ച് നൽകിയേക്കാം. അതുപോലെ താൽക്കാലികമായിട്ട് കട നിർമ്മിക്കുന്നത് വരെ താൽക്കാലികമായിട്ടൊരു ഷെഡ് സ്ഥാപിച്ചു കൊടുത്തേക്കാമെന്ന് ശ്രീവത്സം സിൽക്സിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ കമൻറ്റിൽ എഴുതിയിട്ടിരിക്കുന്ന ആൾ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്: പൊളിച്ച് തകർത്ത് നഷ്ടപരിഹാരം കൊടുത്താൽ അതിന് തീരുമാനമായോ? ഈ അക്രമം ചെയ്തതിൽ നിയമ നടപടിയൊന്നും എടുക്കണ്ടേ എന്നുള്ളതാണ്. അതിൽ അവിടെ അശോകനുമായി ബന്ധപ്പെട്ട് നിരവധി പൊതുപ്രവർത്തകർ മാധ്യമങ്ങളെ കാണുന്നൊരു നിലയുണ്ടായി. അവരൊക്കെ സംസാരിച്ചത് ഈ അക്രമം നടത്തിയവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ പൊതുവെ പറയുന്ന ഒരു കാര്യം, പൈസ അല്ലെങ്കിൽ പണം കയ്യിലുണ്ടെങ്കിൽ ഏത് കേസിൽ നിന്നും ഊരിപ്പോകാനായിട്ട് സാധിക്കും. ആദ്യം ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ശ്രീവത്സം സിൽക്സ് വലിയ ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും തയ്യാറായി. കൂടാതെ നാട്ടുകാരും അവിടുത്തെ പഞ്ചായത്ത് പ്രവർത്തകരും അങ്ങനെ പലരും കൂടിച്ചേർന്ന ഒരു ജനകീയ പ്രക്ഷോഭം അവിടെ ഉടലെടുക്കുമെന്ന് തോന്നിയപ്പോഴായിരുന്നു ഈ ശ്രീവത്സം സിൽക്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണത്തിന് അവർ മുന്നോട്ടിറങ്ങിയത് അല്ലേ? ആ രീതിയിലേക്ക് അവർ അതിനെ ഗൗനിച്ചില്ല. അവസാനം ഒരു ജനകീയ പ്രതിഷേധം ഉയർന്നപ്പോഴാണ് ഇവർ സംസാരിക്കാൻ വരെ, അവരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരെ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ആ പ്രതികരണം ഉൾപ്പെടെ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല ഞാൻ ശ്രദ്ധിച്ചത്. അതിൽ പറയുന്ന ആൾക്ക് തൊട്ടടുത്ത് നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന കാര്യങ്ങൾ പറയുക, ഇന്ന കാര്യങ്ങൾ പറയുന്ന പറഞ്ഞു കൊടുക്കുന്നൊരു വാർത്ത കൂടിയാണ്. ആ രീതിയിലാണ് വാർത്തയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ ഉപജീവന മാർഗം തകർക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു കുത്തകവൽക്കരണത്തിൻ്റെയും കൂടെ സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം വാർത്തകൾ പൊതുവെ ഇപ്പോൾ ബുൾഡോസർ
പ്രയോഗങ്ങളൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഉത്തരേന്ത്യയിൽ നിന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് ബുൾഡോസർ രാജ് പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ ബുൾഡോസർ വെച്ചുകൊണ്ട് ചേരികളും കടകളും ഒക്കെ ഇല്ലാതാക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് ഉത്തരേന്ത്യയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം നമ്മളെ ഞെട്ടിക്കുന്നത് നമ്മുടെ കേരളത്താണ്, തൊട്ടടുത്തുനിന്നാണ്, ആലപ്പുഴയിലാണ്, ഹരിപ്പാട് നിന്നാണ് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഇത്രയും നാളും കേട്ടുകൊണ്ടിരുന്ന ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന വാർത്തകളൊക്കെ തന്നെയും നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നു. മറ്റുള്ളവരുടെ ഉപജീവന മാർഗം തകർക്കാൻ ഏതറ്റം വരെയും, അതും സ്വകാര്യ കമ്പനികൾ, സ്വകാര്യ വ്യക്തികൾ മാറുന്നു. അതിലാണ് ഏറ്റവും നമ്മളെ അതിശയിപ്പിക്കുന്നത്. ഗവൺമെന്റ് അല്ല ചെയ്തിരിക്കുന്നത്, ഗവൺമെന്റും ഭരണകൂടമൊന്നും അല്ല ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിപ്പെട്ടിരിക്കുന്നത്. സ്വകാര്യ വ്യക്തികൾ തന്നെയാണ്. ശ്രീ വത്സം സിൽക്സ് തന്നെയാണ് ഈ കട പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ ഉൾപ്പെടെ കൊടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യവും കൂടെ, ഇതിനി വീണ്ടും കട പുനർനിർമ്മിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഘട്ടം എന്നോളം നമ്മൾ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. ഇപ്പോൾ PWD ആണെങ്കിലൊക്കെ തന്നെയും റോഡിൽ നിന്ന് ഇത്ര മീറ്റർ നീങ്ങിയിട്ടാവണം. ഇനി വീണ്ടും കട നിർമ്മിക്കുമ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാറുകയാണ്. മുന്നേ ആയിരുന്നെങ്കിൽ അതിനോട് മുട്ടിയിട്ടായിരുന്നു കട ഉണ്ടായിരുന്നത്. ഇനി എടുക്കുമ്പോൾ റോഡിൽ നിന്നും എത്രയോ മീറ്റർ പിന്നോട്ട് എടുക്കണം. അതൊക്കെ ഒരു സാങ്കേതിക കാര്യങ്ങളിൽ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാൻ അവ്യക്തത വരാനും സാധ്യതയുണ്ട്. അതെല്ലാം കാരണം ആയതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് കട പുനർനിർമ്മിക്കുക എന്നുള്ളതൊക്കെ തന്നെയും നോക്കിക്കാണേണ്ട അവസ്ഥ. എന്തായാലും കുറച്ചു നാളത്തേക്ക് അദ്ദേഹത്തിന് ഒരു ഉപജീവന മാർഗത്തിൽ ഒരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നേരിടാൻ പോകുന്നത്. കൂടാതെ ഈ ഒരു കാര്യത്തിൽ പോലീസ് അറസ്റ്റ് ഉൾപ്പെടെ വരുമ്പോഴാണ് ഈ ശ്രീവത്സം ഒരു ചർച്ചയ്ക്ക് തന്നെ തയ്യാറായിരുന്നത്. അതുവരെ അദ്ദേഹം ഇനിയൊന്നും പ്രതികരിക്കില്ല എന്ന് കരുതി വെറുതെ ഇരിക്കാം എന്നായിരിക്കുമോ കരുതിയിട്ടുണ്ടാവുക. അതുപോലെ ഇതിന് നമ്മൾ നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യം, ഇത് പ്രതികരിക്കില്ല, അത്ര രീതിയിൽ ഇതൊന്നും ചർച്ചയാവില്ല. പക്ഷേ അല്ലെങ്കിൽ പണം കൊടുത്ത് ഒഴിവാക്കാം, ഒതുക്കാം. ചിലപ്പോൾ രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ പണം കൊടുത്ത് വല്ലതും പോലീസോ ആരെങ്കിലും സ്വാധീനിച്ച് കേസ് ഒതുക്കി തീർക്കാമെന്ന് ചിലപ്പോൾ കരുതി കാണും. സ്വാഭാവികം അങ്ങനെയാണ്. അല്ലെങ്കിലും അങ്ങനെയാണ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണല്ലോ. അതെ. അതുപോലെ ഒരു നഗരത്തിന്റെ വികസനവും ഭംഗിയും ഒക്കെ ഈ വലിയ വലിയ കടകൾ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരം സാധാരണ കടകളല്ലേ നമ്മളൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ശീതളപാനീയ കടയൊക്കെയാണ്, നമ്മൾ ഒരു ചെറിയൊരു കടയാണ്, സാധാരണ ഒരു കടയാണ്, ഒരു സാധാരണക്കാരൻ നടത്തുന്ന ഒരു കടയാണ്. ഇതുകൂടെ നമ്മുടെ നഗരത്തിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതിനെ നിർണ്ണയിക്കേണ്ടത് ഈ പറയുന്ന ശ്രീവത്സം സിൽക്സോ ആരുമല്ല, ഇത്തരം കുത്തക മുതലാളിമാരല്ല. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുത്തക മുതലാളി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ സ്വകാര്യ വ്യക്തികളുടെ ഒക്കെ ഒരു ധാർഷ്ട്യം, പണം ഉണ്ടെങ്കിൽ എന്തും നേടാം എന്നുള്ള രീതിയിലേക്ക് അവർ മാറി ചിന്തിക്കുന്നത്. എന്തായാലും ഇത്തരം വലിയ കുത്തക മുതലാളിമാരുടെ ജനകീയ സമരങ്ങളിലൂടെ ഇവിടെ മുട്ട് കുത്തിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അതെ. ഇനിയും നമ്മൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അശോകന് കൃത്യമായി നീതി ലഭിക്കുക തന്നെ വേണം. കട പഴയതുപോലെ തന്നെ പുനർനിർമ്മിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ശ്രീവത്സം സിൽക്സ് തന്നെയാണ് ചെയ്യേണ്ടത്. കൃത്യമായി നീതി കിട്ടുന്നത് വരെയും അശോകൻ്റെ കൂടെ എന്തായാലും ജനങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്.